കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബിനോയ് തോമസിന്റെ വീട്ടിലെത്തി മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ എന്നിവർ കൈമാറി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ ലോക കേരള സഭയിൽ ബിനോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് പ്രവാസി വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നോർക്ക വഴി നൽകിയ ധനസഹായമാണ് കൈമാറിയത്. സംസ്ഥാന സർക്കാർ 5 ലക്ഷം, പ്രവാസി വ്യവസായികളായ യൂസഫ് അലി 5 ലക്ഷം, രവി പിള്ള 2 ലക്ഷം, ഫൊക്കാന സംഘടനയുടെ പ്രസിഡന്റ് 2 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത്. പ്രവാസി പ്രമുഖനായ കെ മേനോൻ 2 ലക്ഷം രൂപ നോർക്ക മുഖാന്തരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ബിനോയ് തോമസിന്റെ മകന് ജോലി വാഗ്ദാനം ചെയ്തതായും മന്ത്രിമാർ അറിയിച്ചു. ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ഉണ്ടാവുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമന്യേ സഹായം നൽകാൻ ഒന്നിച്ചതിന് മന്ത്രി കെ രാജൻ നന്ദി അറിയിച്ചു. NK അക്ബർ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അനുഭവങ്ങളാണ് അതിനെ തുടർന്ന് ഓരോ നിമിഷത്തിലും കാണേണ്ടി വന്നത്. സാധാരണ നിലയിൽ ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ലോകം കാണുന്ന ഒരു മറുപടിയാണ് കേരളം. അത് എല്ലാ ദുരന്തഘട്ടത്തിലും, ഏതെങ്കിലും ഒന്നിലല്ല, എല്ലാ ദുരന്തഘട്ടങ്ങളിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ മറികടക്കാനുള്ള ആർജവമാണ് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാവുക. ആ വിധത്തിൽ ലോകത്തിന് തന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും മറ്റെല്ലാ അപകടത്തിലും ദുരന്തത്തിലും എങ്ങനെ ദുരന്തങ്ങളെ മറികടക്കാമെന്ന് ലോകത്തിന് കാണാൻ കഴിയുന്നൊരു മോഡലായി ഇപ്പോൾ കേരളം മാറി.